തനിക്കെതിരെ വന്ന വ്യാജ വാർത്തക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് ലൈവിൽ വന്നിരിക്കുകയാണ് ആര്യ ബഡായി. ഏഷ്യാനെറ്റിലെ ബഡായി ബംഗ്ലാവ് എന്ന പരിപാടിയിലൂടെയാണ് മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ആര്യ ബഡായി ഇടം പിടിക്കുന്നത്. ഷോയിൽ രമാഷ് പിഷാരടി ആര്യ കോംബോ ആരാധകർ ഏറ്റെടുക്കുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ ആര്യ തന്നെയാണ് പിഷാരടിയുടെ യഥാർത്ഥ ഭാര്യ എന്ന് പോലും പ്രേക്ഷകർ കരുതിയിരുന്നു. അത്രയും രസകരമായിട്ടായിരുന്നു ഇരുവരുടെയും ഷോയിലെ ഓരോ പ്രകടനങ്ങളും. ബിഗ് ബോസിൽ മത്സരിച്ചപ്പോഴായിരുന്നു ആര്യ എന്ന വ്യക്തിയെ പ്രേക്ഷകർ കൂടുതൽ മനസ്സിലാക്കിയത്. എന്നാൽ ഷോയിൽ കണ്ട ആര്യയെ പ്രതീക്ഷിച്ച് ബിഗ് ബോസ് കണ്ട പ്രേക്ഷകരിൽ ചിലർ ആര്യക്കെതിരെ രംഗത്തെത്തിയിരുന്നു. ഷോ കഴിഞ്ഞപ്പോൾ കടുത്ത അധിക്ഷേപമായിരുന്നു ആര്യ നേരിട്ടത്. സൈബർ ആക്രമണങ്ങൾ കൊണ്ട് താൻ പൊറുതിമുട്ടുന്നുവെന്ന് താരം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സൈബർ അധിക്ഷേപങ്ങൾക്കെതിരെ നിയമപരമായി മുന്നോട്ടു പോയി എന്നും സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കം ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നുവെന്നും ആര്യ ബഡായി പറഞ്ഞിരുന്നു. സോഷ്യൽ മീഡിയയിൽ സജീവമായ ആര്യ തന്റെ വിശേഷങ്ങളെല്ലാം തന്നെ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട്. ഇപ്പോഴിതാ പുതിയ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് ആര്യ. തന്നെക്കുറിച്ച് പ്രചരിക്കുന്ന വ്യാജ വാർത്തയിൽ വ്യക്തത വരുത്തിയാണ് നടിയുടെ പ്രതികരണം. ആര്യ ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വ്യാജ പ്രചരണത്തിനെതിരെയാണ് നടി രംഗത്തെത്തിയിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് നടി ഇത് പങ്കുവച്ചിട്ടുള്ളത്. നടി പറയുന്നത് ഇങ്ങനെ: ഞാൻ തട്ടിപ്പോയി എന്ന് പറഞ്ഞൊരു ന്യൂസ് ഓൺലൈനിൽ കറങ്ങുന്നുണ്ട്. ഉറക്കഗുളിക കഴിച്ച് ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എൻ്റെ കുറെ ഫ്രണ്ട്സ് ഈ ന്യൂസ് കണ്ട് പാനിക്കായി എന്നെ തുടരെ വിളിച്ചതിനാലാണ് ഞാനിപ്പോൾ ഈ സ്റ്റോറി പങ്കുവെക്കുന്നത്. പോയിട്ടില്ല, എങ്ങും പോയിട്ടില്ല, എന്നോട് ക്ഷമിക്കണം. ആ ശുഭദിനം ഇതുവരെ എത്തിയിട്ടില്ല സുഹൃത്തുക്കളെ. അങ്ങനെ സംഭവിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾ അറിയും. അതുകൊണ്ട് പേടിക്കേണ്ട, ഇപ്പോഴും ജീവനോടെയുണ്ട്. എല്ലാവരും സമാധാനത്തോടെ ഇരിക്കൂ എന്നും ആര്യ വീഡിയോയിൽ പറയുന്നുണ്ട്.